ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫെയർനെസ് പാക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പാക്കിന് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത്. നമ്മുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ വൈകാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് ചിയാ സീഡ്സ്, അതുപോലെ തന്നെ പാല്, പിന്നെ അലോവേര ജെൽ, ഇതാണ് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ചിയാ സീഡ്സ് ഒരു 3 മണിക്കൂർ വേണം നമുക്ക് പാലിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അത് കുതിർന്ന് വന്നതിന് ശേഷം അലോവേര ജെല്ലും പാലിൽ സോക്ക് ചെയ്ത ചിയാ സീഡ്സും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതാക്കിയാൽ മതി. ഇനി ഇത്തിരി വെള്ളമായി എന്ന് കരുതി തന്നെ നമുക്ക് പേടിക്കാനില്ല. ഒരു ഇത്തിരി നേരം വെച്ചാൽ അതൊരു കുറുകി നമുക്ക് ഫേസ് പാക്കിൻ്റെ പാകത്തിന് വന്നിട്ട് ഇത് കണ്ട, ഇതിപ്പോൾ ഒരു വെള്ളം പോലെ ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ളൊരു ടെക്സ്ചറായിട്ട് കിട്ടും. ഇതുപോലെ കുറുകി നല്ല പാകത്തിന് കിട്ടും. പാല് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്ത് ഒരു നല്ലൊരു ക്ലൻസിങ് ആയിട്ട് പാല് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാനൊക്കെ, ഏജിങ് ഒക്കെ തടയാനായിട്ട് പാല് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞുകാലത്ത് ഈ വരൾച്ച കൊണ്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പാല് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് നമുക്ക് നമ്മുടെ മുഖത്ത് തരും. അപ്പോൾ പാല് മാത്രം നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് ഡെയിലി വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്ത്. ഇത് മുഖത്ത് 2 നേരം വെച്ച് ചെയ്താൽ പാല് മാത്രം വെറുതെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റും. സമയമില്ലാത്തവർ ഇത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ മുഖത്ത് കരിവാളിപ്പൊക്കെ പോകാനായിട്ടൊക്കെ നല്ലതാണ്. നല്ല തണുത്ത പാൽ വെച്ചിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിയാ സീഡ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതും ഇതേപോലെ തന്നെ ധാരാളം ഫൈബറും കാൽസ്യം, സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് നമ്മുടെ സ്കിന്നിന് ഉള്ളിലോട്ട് കഴിക്കും. അത് നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യണത് വളരെ നല്ലതാണ്. നമ്മുടെ ഇതുപോലെ തന്നെ കരിവാളിപ്പ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, വാർദ്ധക്യം വരുന്നതിന് മുന്നുള്ളൊരു ചുളിവുകളൊക്കെ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ അലോവേര, നമ്മളിതിൽ 3ാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലോവേരയാണ്. അലോവേര പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാത്തിനും ബെസ്റ്റാണ്. ഓൾ ഇൻ ഓൾ എന്ന് പറയണ പോലെയാണ് നമ്മുടെ അലോവേര. സൺബേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ കരിവാളിപ്പ്, മുഖത്ത് കറുത്ത കുത്തുകൾ, മുഖത്ത് വരൾച്ച, അതൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അലോവേര. അലോവേര നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ തന്നെ നല്ല ടെക്സ്ചറായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അലോവേരയുടെ ഗുണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് 3 കൂടിയും ചേരുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു എഫക്റ്റാണ്, നല്ലൊരു ഗ്ലോയിങ് ആണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. ക്യാമറയിൽ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടതെന്നല്ല, നിങ്ങളത് ഉപയോഗിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇതെന്നുള്ളത്. ശരിക്കും നമുക്കൊരു ഗ്ലോ കിട്ടും, നല്ലൊരു എന്താ പറയുക, ഒരു തിളക്കം പോലെയാവും നമ്മുടെ സ്കിന്ന് കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് അതിന് ശേഷം നല്ലൊരു പകലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് ഉപയോഗിക്കുക. രാത്രിയാണ് ഇതാക്കണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് അങ്ങനെ കിടക്കും.